കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. വെറും ഒരു സ്പൂൺ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാർഡിൽ പോസിറ്റീവ് കിട്ടും കേട്ടോ. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനൽ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് കമൻസ് ഒക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഒരു കുട്ടി ഇതുപോലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാൻ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒപ്പം ചേച്ചിയുടെ ടിപ്സും കൂടി ഫോളോ ചെയ്തു, എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ ഞാൻ ഈ കുട്ടി ഫോളോ ചെയ്ത ഈ കുട്ടി എടുത്ത ഒരു മെഡിസിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ നമ്മുടെ ഒരു ആയുർ ക്ലിനിക് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു പേജിൻ്റെ ബ്ലോഗ് വായിക്കാനായിട്ട് ഇടയായി. അപ്പോൾ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിതെന്ന് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അശോക അരിഷ്ടത്തിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ആയുർവേദിക് മെഡിസിൻ പലരിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ആയുർ ക്ലിനിക് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു പേജ് നിങ്ങൾക്കറിയാം. വേറൊരു സ്ഥലത്തുള്ള ആളുകൾ വരെ നമ്മുടെ ഈ ഒരു ആയുർവേദത്തിന് ഈ ഒരു മെഡിസിനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അതിന് അത്രമാത്രം പവർഫുൾ ആണെന്ന് തന്നെ നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അശോക അരിഷ്ടം പൊതുവേ നിങ്ങൾ കേട്ടതുപോലെ തന്നെ അരിഷ്ടം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതൊരു ആയുർവേദമായിട്ടുള്ളൊരു സിറപ്പാണ്. അശോക അരിഷ്ടം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പൊതുവെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അവർക്കുണ്ടാവുന്ന മെൻസ്ട്രേഷൻ്റെ പല പ്രോബ്ലംസും ഇഷ്യൂസും ഒക്കെ ഒന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ഒന്ന് ഫിറ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ അശോക അരിഷ്ടം എന്ന് പറയുന്നത്. അശോകാരിഷ്ടം ഉപയോഗിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇറഗുലർ പീരിയഡ്സ് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പീരിയഡ്സ് എപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ദിവസമായിരിക്കണം നമുക്ക് വരേണ്ടത്. മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമോ 2 മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസമോ പീരിയഡ്സ് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ മനസ്സിലാക്കുക, അതൊരിക്കലും റെഗുലർ ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള പീരിയഡ്സ് അല്ല. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം എന്ന് നിങ്ങളുടെ പീരിയഡ്സ് വരുന്നുവെന്ന്. അപ്പോൾ മാത്രമേ നിങ്ങൾ ഫെർട്ടൈൽ ആവുകയുള്ളൂ, അപ്പോൾ മാത്രമേ നിങ്ങളുടെ മെൻസ്ട്രേഷൻ ഹെൽത്തി ആവുകയുള്ളൂ. അങ്ങനെ അല്ലാത്ത മെൻസ്ട്രേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത 2 മാസം കൂടുമ്പോഴൊക്കെ ബ്ലീഡിങ് വരുന്ന സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ ഇറഗുലർ പീരിയഡ്സ് ഉള്ളവർക്ക് അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് ഹെവി ബ്ലീഡിങ് ക്യൂർ ചെയ്യുന്നു. ചില ആളുകൾക്ക് 7 ദിവസത്തിനേക്കാളും കൂടുതൽ ബ്ലീഡിങ് വരുന്നുണ്ട്. ചില ആളുകൾക്ക് ഒരു ദിവസം തന്നെ 4-ലധികം കൂടുതൽ പാഡ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. നമ്മുടെ പീരിയഡ്സിന്റെ ആദ്യത്തെ 1, 2, 3 ദിവസമൊക്കെ ഇങ്ങനെ വരുന്നു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു മെഡിസിൻ എടുക്കാവുന്നതാണ് കേട്ടോ. ഒപ്പം PCOS ഉള്ള ആളുകൾക്ക് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വരുന്ന വ്യത്യാസം കൊണ്ടിട്ടാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള പല ചേഞ്ചസും കൊണ്ടാണ് നമുക്ക് PCOD എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒരു 10 പേരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഒരുപാട് 5 പേർക്കൊക്കെ ഈ PCOS ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. PCOS ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല, അതുപോലെ ഇറഗുലർ ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ പോകും, അതുപോലെ നമുക്ക് ഒബിസിറ്റി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, ഫാറ്റ് ടിഷ്യൂസ് കൂടുതൽ നമ്മളുടെ അടിവയറിന്റെ ഭാഗത്തൊക്കെ അടിഞ്ഞു കൂടാനായിട്ട് ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകും, നമുക്ക് ഓവുലേഷൻ ഉണ്ടാവില്ല, ഇംപ്ലാന്റേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് ഓവർകം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് ആണ് ഹോർമോണൽ ഇംബാലൻസസ് ക്യൂർ ചെയ്യുന്നു. ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഹോർമോൺ ബാലൻസ് പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒന്ന് കുറയുകയാണെങ്കിൽ അടുത്തത് ഡബിൾ ആകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രൊജസ്ട്രോൺ കുറയുകയാണെങ്കിൽ ലൂട്ടിയൽ ഫേസിൽ വ്യത്യാസം ഉണ്ടാകും. ഈസ്ട്രോജൻ അപ്പോൾ കൂടും. ഈസ്ട്രോജൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് PCOD എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ലൂട്ടിയൽ ഫേസ് അതുപോലെ ഫോളിക്കുലാർ ഫേസും പ്രോപ്പറായിട്ട് നടക്കാത്ത സിറ്റുവേഷനും നമുക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്കും ഹോർമോണൽ ഇംബാലൻസ് ഓൾറെഡി ഡിറ്റക്ട് ചെയ്തവർക്കുമൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ യൂട്രസിനെ ഹെൽത്തി ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. യൂട്രസിന്റെ ഹെൽത്ത് പ്രോപ്പർ അല്ല എങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് നല്ലതുപോലെ അവിടെ വളരില്ല. ഓരോ മാസവും നമുക്ക് പീരിയഡ്സ് വരുമ്പോഴേക്കും ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട്, അതുപോലെ എൻഡോമെട്രിയൽ ടിഷ്യൂസും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ യൂട്രസിൽ നിന്ന് അങ്ങോട്ട് ക്യൂർ ആയിട്ട് പോകണം. അതല്ലാതെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടിഷ്യൂസോ ബ്ലഡ് സ്റ്റെയിൻസോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിലനിന്ന് പോയി കഴിഞ്ഞാൽ അത് ഭാവിയിൽ എൻഡോമെട്രിയോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും അതുപോലെ ഫൈബ്രോയിഡ് പോലുള്ള കാര്യങ്ങൾ ശരീരത്തിൽ ഡെവലപ്പ് ആകുന്നതിനും കാരണമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് യൂട്രസിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അശോകാരിഷ്ടം ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് ആണ് നമ്മുടെ ഓവറിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഇംപ്രൂവ് ചെയ്യുന്നു. ഓൾറെഡി നമുക്ക് ഓവുലേഷൻ നടക്കുന്നവരാണെങ്കിൽ അതിന്റെ പ്രവർത്തനം ഒന്ന് ഡബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടും, ഓവുലേഷൻ നടക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഓവുലേഷനെ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും കൃത്യമായിട്ട് ഫോളിക്കിൾ വളർന്ന് അത് റപ്ചർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ അണ്ടത്തിനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അശോകാരിഷ്ടം ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അടുത്ത ബെനിഫിറ്റ് ആണ് നമ്മുടെ പീരിയഡ്സിന്റെ പെയിൻ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾ പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്ത് അതികഠിനമായിട്ടുള്ള വയറുവേദന വരുമ്പോഴേക്കും പെയിൻ കില്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ അത്യാവശ്യമല്ലാത്ത ഘട്ടങ്ങളിൽ പെയിൻ കില്ലേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ഫോളിക്കിൾസ് വളർന്നു തുടങ്ങുന്നത് പീരിയഡ്സിന്റെ 2nd ഡേ 3rd ഡേ മുതലാണ്. ഈ സമയത്ത് നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഹോർമോൺസിന്റെ വ്യത്യാസം സംഭവിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് റിലീവ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അശോകാരിഷ്ടം സഹായിക്കുന്നു. ഒരുപാട് വേദനയൊക്കെ വരുന്നവർ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. കാരണം അങ്ങനെ ഉണ്ടാകുന്നത് ചിലപ്പോൾ ശരീരത്തിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, എൻഡോമെട്രിയോസിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമുക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും പ്രഗ്നന്റ് ആകുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും തുടർച്ചയായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞിന്റെ ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ചില സിറ്റുവേഷനിലൂടെ കുഞ്ഞുങ്ങളിലോട്ടും കൂടി ആ ഒരു രോഗാവസ്ഥ വ്യാപിക്കാനായിട്ടും ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയം മുതൽക്കേ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരുപാട് വൈറൽ ഇൻഫെക്ഷൻസും വൈറൽ പനികളും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഭേദം വന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുഞ്ഞിലോട്ട് ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ചില കണ്ടീഷനുകളിൽ പ്രീ ടേം ബർത്ത് ഉണ്ടാകും. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് വെള്ളപ്പോക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് അസ്ഥിയുരുക്കം എന്നാണ് പറയുന്നത്. ശരിക്കും അസ്ഥിയുരുക്കം എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് നമ്മൾ അതിനെ വിശേഷിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ശരിക്കും നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവുക. ചിലർക്ക് ഇച്ചിങ് ഉണ്ടാകും, ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ വെള്ളപ്പോക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വജൈനയുടെ pH ബാലൻസിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. pH ബാലൻസിൽ വ്യത്യാസം വരികയാണെങ്കിൽ ശരീരത്തിനകത്തേക്ക് സെമന് പ്രവേശിച്ചു പോകാനായിട്ട് സാധിക്കില്ല. ഒരുപാട് സെമൻ അവിടെ വെച്ച് തന്നെ നശിച്ചു പോകുന്നതിന് അത് കാരണമാകുന്നു. ഏറ്റവും ആദ്യം എത്തുന്ന ക്വാളിറ്റിയുള്ള സെമന വരെ ശരീരത്തിനകത്തേക്ക് കടക്കാനായിട്ട് സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രഗ്നൻസി നീണ്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളപ്പോക്ക് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെന്റുകൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അശോകാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസിനെ നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസ് നമ്മുടെ ആ ശരീരത്തിനകത്തുള്ള റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസ് ഒക്കെ നല്ലതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. അതിനെയൊക്കെ ഒന്ന് നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ബെനിഫിറ്റുകൾ നമുക്ക് ഹെൽത്ത് റിലേറ്റഡോ ഫെർട്ടിലിറ്റി റിലേറ്റഡോ ആയിട്ട് കിട്ടുന്നവയാണെങ്കിൽ ഈ ഒരു ഹെർബൽ ടോണിക് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നു, ശരീരത്തിൽ ഡിറ്റോക്സിഫിക്കേഷൻ നല്ലതുപോലെ നടക്കുന്നു. അങ്ങനെയുള്ള ബെനിഫിറ്റുകളും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അശോകത്തൊലി, ശർക്കര, മുത്തങ്ങ, താതരിപ്പൂവ്, ചന്ദനം, ചുക്ക്, അയമോദകം, ജീരകം, മരമഞ്ഞൾ തൊലി എന്നിവയെല്ലാം ചേർത്തിട്ടാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ ചേർത്തിട്ടാണ് അശോകാരിഷ്ടം പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണയായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അശോകാരിഷ്ടം നമ്മൾ കുടിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയത്തിന് ഞാൻ ഉത്തരം തരാം. ഡയറക്റ്റ് നമുക്ക് ഇത് മേടിച്ച് കഴിക്കാമോ എന്നുള്ളത് ഒരിക്കലും പാടില്ല. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ആദ്യം തന്നെ ഒരു ആയുർവേദ ഡോക്ടറോടോ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് മരുന്ന് എടുത്ത് തരാൻ നിൽക്കുന്ന ആളോടോ നിങ്ങൾ കൺവേ ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ട്, പ്രഗ്നൻ്റ് ആകുന്നില്ല എന്നുള്ള കാര്യം അവരോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിക്കായിരിക്കും അശോകാരിഷ്ടം അവർ കുറിച്ച് തരുന്നത്. ചില ആളുകൾക്ക് അശോകാരിഷ്ടത്തോടൊപ്പം മറ്റു പല അരിഷ്ടങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മറ്റു പല മരുന്നുകളും ഒപ്പം ചേർക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങളുടെ കണ്ടീഷൻ ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങളത് ഉപയോഗിക്കുക കേട്ടോ. നമ്മുടെ യൂട്രസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നവയാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പല ആളുകളും നിങ്ങൾക്കിത് പ്രിസ്ക്രൈബ് ചെയ്തും ഡോക്ടേഴ്സ് ആണെങ്കിലും നിങ്ങൾക്കിത് എഴുതി തരുന്നതാണ്. വൺസ് നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട്, അതായത് ഡോക്ടർ പറഞ്ഞിട്ടുള്ള സമയം വരെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റ് വീഡിയോയ്ക്ക് കമന്റ് ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത് വീഡിയോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് താഴെ കമന്റ് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതായത് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് നിങ്ങൾ മെൻഷൻ ചെയ്യാനുള്ള ഡേറ്റും നിങ്ങൾ സൈക്കിൾ ലെങ്ത് ആയിട്ട് ഉദ്ദേശിച്ചത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയം വരുന്നത് അതാണ് സൈക്കിൾ കാലണ്ടറിൽ കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് പല മാസങ്ങളിലും ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ്. അതുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ വേണം ഡേ വൺ ആയിട്ട് അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്ന തുടങ്ങിയ ദിവസങ്ങളുടെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒരുപാട് ഓൺലൈൻ